ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷബൂറ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഷബൂറ എന്ന് പറഞ്ഞാൽ റസ്ക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ മക്കളെ. ഇതാ ഇവിടെ ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 6 മുട്ട എടുത്ത് ഇവിടെ മാറ്റി വയ്ക്കാം. 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 കപ്പ് ആൽപ്പറപ്പൂസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇതാ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മൈദയിൽ ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ വനില പൗഡറാണ് കേട്ടോ. 1/2 ടീസ്പൂൺ വനില പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഫുഡ് കളറാണ്, മഞ്ഞ കളറാണ്, ഫുഡിൻ്റെ മഞ്ഞ കളറാണ്. കണ്ട, ഒരു നുള്ള് മഞ്ഞ കളറ്, ഫുഡിൻ്റെ മഞ്ഞ കളറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് അതിനൊരു ചെറിയ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്താ ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് ഇളക്കി വയ്ക്കാം. ഇതാ ഇത് എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇളക്കി വയ്ക്കാം. ഉപ്പെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇതിലോട്ടിട്ട് ഇളക്കി. ഇത് അരിക്കണമെന്നൊന്നുമില്ല. ഇത് ഷബൂർ ഉണ്ടാക്കണമുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ കേക്ക് കണക്കാണ് ഉണ്ടാക്കണമെങ്കിൽ ഇത് അരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിതിവിടെ മാറ്റി വെച്ച്, പിന്നെ അടുത്തത് കണ്ട 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250-ൻ്റെ 2 കപ്പ് പഞ്ചസാര, 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, 200 ഗ്രാം ബട്ടറും 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇതാ 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്കിത് വേണ്ടിയുള്ളത്. ആദ്യം നമുക്ക് ഇതാ നോക്കിക്കേ, ആദ്യം നമുക്ക് പഞ്ചസാരയും ബട്ടറും കൂടെ ഇട്ട് ഒന്ന് ക്രീമാക്കി എടുക്കാം. പഞ്ചസാര ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, പഞ്ചസാര ഞാൻ മെഷീനിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. പഞ്ചസാര അതിലോട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ട 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ നോക്കിക്കേ. ഇനി നമുക്കുള്ള ബട്ടറും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്താ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ബിസ്മില്ലാ. ഇതാ ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാൻ മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ട അടിച്ച് വീഴ്ത്തി കൊടുക്കാം. കണ്ടല്ലോ, ഇത് ഞാൻ അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കണ്ട, കുറച്ച് നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരേ മുട്ട വീതം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ മിഷ്യൻ ഭയങ്കര സൗണ്ട് ഇപ്പം. കണ്ട, കുറച്ച് ഒഴിച്ച് നമുക്ക് ഇതെല്ലാം അടിച്ചെടുക്കാം. എന്താ ഒരേ മുട്ട വീതം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. കണ്ടല്ലോ, മുട്ടയും പഞ്ചസാരയും ബട്ടറും എല്ലാം ഇവിടെ അടിഞ്ഞു കിട്ടി. നമുക്ക് അതിനകത്തോട്ട് ഇനി നമ്മൾ എല്ലാം കൂടെ മിക്സാക്കി വെച്ചേക്കുന്ന മാവുണ്ടല്ലോ, അത് അതിനകത്തോട്ട് കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഞാൻ മെഷീനിലാണ് അടിക്കുന്നത്. ഞാൻ കൈ കൊണ്ടൊന്നും അടിക്കാൻ വയ്യ. എനിക്ക് വാട്ടർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഈ ബ്രഷ് ഞാൻ ഊരയാണ്. കണ്ടല്ലോ, നമ്മളെ മാവ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാച്ചിലർ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ട്രേയിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാൻ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ട്രേയിലോട്ട് ഒരല്പം ബട്ടർ പരത്തി കൊടുക്കണം കേട്ടോ. ബട്ടറല്ല, എണ്ണയായാലും ഏതായാലും പരത്തി കൊടുത്താൽ മതി. ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം എണ്ണ നമുക്ക് തടവി കൊടുക്കാം. എന്തിനാണ് നമുക്ക് ഇതിനകത്തോട്ട് സിം ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ള എള്ള് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് തടവി കൊടുക്കുമ്പോൾ നമുക്ക് വെള്ള എള്ള് ഇതിൽ പിടിച്ചിരിക്കും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ ഇതുപോലെ വെള്ള എള്ള് മുകളിലും താഴെയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ വെള്ള എള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ തട്ടി കൊടുക്കാം. ഇനി നമ്മളെ ബാറ്റർ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവൻ ഫ്രീ ഹീറ്റാക്കി ഇട്ടേക്കാണ്. കണ്ടല്ലോ, ഞാൻ 40 മിനിറ്റ്, ഇത് 30 മിനിറ്റ് ഉണ്ട്. കണ്ട,
ഞാൻ നേരത്തെ 40 മിനിറ്റാണ് വെച്ചിരുന്നത്. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കൊരു 35 മിനിറ്റ് വെച്ച് കൊടുത്ത് 170 ഡിഗ്രി ചൂടിലാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ ഓവൻ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം ഞാൻ ഓവനിലോട്ട് വെക്കുകയാണ്. ബിസ്മില്ല. ഇതാ കണ്ടല്ലോ, ഞാൻ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് മൂടയാണ്. കണ്ടാ, ഞാനിത് മൂടിയിട്ടുണ്ട്. നമുക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നമ്മളുണ്ടാക്കിയ കേക്ക് കണ്ടല്ലോ നിങ്ങൾ. നോക്കിക്കേ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഷബൂറാക്കണം, ഡ്രൈ ആക്കണം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കൂളായവട്ടെ. കൂളായതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ നോക്കാം എങ്ങനെയാണെന്നുള്ള. അപ്പോൾ ഇത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കണ്ടല്ലോ നമ്മളെ കേക്ക് ഇവിടെ കൂളായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. എങ്ങനെയെന്ന് കട്ട് ചെയ്യണം, എങ്ങനെയെന്ന് നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ഓവനിൽ വെച്ച് നമ്മൾ ഷബൂറ ചെയ്യുന്നത്, റസ്ക് ആക്കണം, ഡ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. കട്ട് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ട്രേയിലോട്ടൊന്ന് നിരത്തി കൊടുക്കുകയാണ്. ട്രേയിലോട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇത് നമുക്ക് റസ്ക് ആക്കി എടുക്കാം. ഓവനിൽ വയ്ക്കാൻ പോവാം. ഓവനിലോട്ട് വെച്ചിട്ട് ഞാൻ ഇതാക്കിയാണ്. നമുക്കൊരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം ഓവനിലോട്ട്. ഫോർഗേറ്റ് പിക്ചർ മിക്കയും